ഓം ശാന്തി. ഒരുപാട് സമയമില്ലാത്തവർക്ക് വേണ്ടി, എനിക്ക് തുടങ്ങിയിട്ട് എവിടെയും എത്താൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടി, എങ്ങനെ പോകണം എന്ന് എനിക്കെന്നെ ശാന്തമാക്കേണ്ടത് എങ്ങനെ എന്ന് അറിയില്ല എന്നുള്ളവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിക്കൊണ്ടാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ സിസ്റ്റർ ഇടാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് തന്നെയുള്ളൂ. അതുപോലെ ജീവിതത്തിൽ എന്തൊരു കാര്യത്തിനും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യം ആവശ്യം ഫസ്റ്റ് സ്റ്റെപ്പ് 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ്സ്. നമ്മുടെ മനസ്സിന് കൂടുതൽ ഏകാഗ്രമാക്കാൻ, പൂർണ്ണമായിട്ട് ഏകാഗ്രമാക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡാണ്. ലൈഫിൽ വേണ്ടതായിരിക്കുന്ന ഏതൊരു ഡ്രീം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴും ആ ഡ്രീം നമ്മൾ നേടി എന്ന് പറയാനുള്ളതായിട്ടൊരു സ്വപ്നം ഉണ്ടാക്കുമ്പോൾ 1 മിനിറ്റിനേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ളതായിട്ടുള്ള ഒരു ഫിലിം ഉണ്ടാക്കരുത്. എങ്ങനെ ഫിലിം ഉണ്ടാക്കുക? വീഡിയോ പിടിച്ചിട്ടല്ല, മനസ്സിൻ്റെ താളുകളിൽ ബുദ്ധിയാകുന്ന ക്യാമറയുടെ സഹായത്തോടെ മനസ്സെന്ന സ്ക്രീനിൻ്റെ ഉള്ളിൽ ലൈഫിലെ സ്വപ്നങ്ങൾക്ക് ഒരു മൂവി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ജീവൻ കൊടുക്കുമ്പോൾ, അതിനെ വിഷ്വൽ ചെയ്യുമ്പോൾ, ഏത് വാക്ക് പറഞ്ഞാലും ആ മൂവി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ അത് റെഗുലറായിട്ട് ആസ്വദിക്കാനോ റിപ്പീറ്റ് ചെയ്യാനോ നമ്മുടെ മനസ്സിന് സാധിക്കില്ല. അത് പതിയെ പതിയെ അവിടെ നിന്ന് വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് 60 സെക്കൻഡ്സിൻ്റെ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യണം. ചിന്തിച്ചു നോക്കുക, എന്താണ് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളതായിരിക്കുന്ന അവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഒരു 50 ലക്ഷം കടമുള്ള ഒരാളാണ്. 50 ലക്ഷം കടം എനിക്ക് ഇല്ലാതാക്കി കിട്ടണം, പ്ലസ് തൽക്കാലം ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു 10 lakhs or 2 lakhs 3 lakhs നിങ്ങളുടെ മൈൻഡിൽ എത്രയാണോ ഇമേജ് അത് ക്രിയേറ്റ് ചെയ്യുക. ആവശ്യം വേണ്ടതായിട്ടുള്ളൊരു സാധനത്തിന് ആദ്യം വിഷ്വൽ ചെയ്യുക. ഓക്കെ, ഒരു 60 lakhs എനിക്ക് കിട്ടിയാൽ ഞാനിപ്പോൾ കംഫർട്ടാണ്. ആ 60 lakhs കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ എന്താണ് എമർജൻസി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ വിഷ്വൽ ചെയ്യുക. ഒരു പക്ഷേ നിങ്ങളുടെ മകൾക്ക്, മകന് ഏറ്റവും ആവശ്യപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ ആ കുട്ടിയുടെ ആനന്ദം, വാ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നത്, ഉമ്മ തരുന്നത്, നിങ്ങളുടെ ഫാമിലിയുടെ എന്തൊക്കെയാണോ ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുള്ള, അരങ്ങേറാറുള്ള ദൃശ്യങ്ങൾ, അതിനൊക്കെ തന്നെ മനസ്സിൽ കാണുക. ഇതെല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ മെൻ്റൽ സ്റ്റേജ് എന്തായിരിക്കും എന്ന് നമ്മളോട് ആദ്യം നമ്മൾ ചോദിക്കുക. എന്നിട്ട് ചിന്തിച്ചു നോക്കൂ, ഒരു വലിയ കടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി 1 രൂപ കടമില്ല, പകരം ബാങ്കിൽ ഇത്ര ലക്ഷം എനിക്ക് ഡെപ്പോസിറ്റ് കിടക്കുകയാണ് എന്നൊരവസ്ഥ നിങ്ങൾ എത്തിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം എന്തായിരിക്കും? ആ സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും ആഹാരം കഴിക്കുന്നുണ്ടായിരിക്കുക? ആ സമയത്ത് എങ്ങനെയായിരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പെരുമാറുന്നുണ്ടായിരിക്കുക? ആ സമയത്ത് റോട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് എൻ്റെ ബോഡി നേച്ചർ എന്തായിരിക്കും? എൻ്റെ പേഴ്സണാലിറ്റി എന്തായിരിക്കും? ഫുൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടോളൂ. പക്ഷേ ലോങ് ആവണ്ട. അതിന് 1 മിനിറ്റിലേക്ക് ചിത്രങ്ങൾ മാറുന്ന രീതിയിൽ 1 2 3 4 5 എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് ചെയ്യുക, ഫീൽ ചെയ്യുക, എൻജോയ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നമ്മൾ വിഷൻ ചെയ്യുമ്പോൾ ഒന്നാമത് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ, എൻ്റെ കടം വീടി കിട്ടുന്നതായിരിക്കുന്ന ഒരു നിമിഷം അതെൻ്റെ ആനന്ദത്തിൻ്റെ നിമിഷമായിരിക്കാം. 1 മാസം കഴിഞ്ഞ ശേഷം എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് കൂടെ ചിന്തിച്ചു നോക്കൂ. അപ്പം മനസ്സിൻ്റെ സ്റ്റെബിലിറ്റി, മനസ്സിൻ്റെ പീസ്, ആ സമാധാനം, ആ സുഖം, ആ ആനന്ദം, അപ്പോൾ നമുക്കതൊരു പെർമനൻ്റ് ആയിരിക്കുന്ന ഒരു സ്ഥിതിയായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ രീതിയിൽ കുറച്ച് സമയമെടുത്തുകൊണ്ട് ഒരു 60 സെക്കൻഡ് മാത്രം നിലനിൽക്കുന്ന ഒരു മൂവി ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മൂവി, നമ്മളുണ്ടാക്കുന്ന മൂവി, മറ്റാരോടും ഷെയർ ചെയ്യരുത്. ഇക്കാര്യം വളരെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് സമയമെടുത്ത് ഇത്തരത്തിൽ നമുക്കൊരു ഫിലിം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ ശേഷം രാത്രി ഉറങ്ങാൻ പോകും മുന്നേ ഈ ഫിലിം കണ്ട് ആനന്ദിച്ചിട്ട് അതിലാണ് എന്നുള്ള അനുഭവത്തിൽ കിടന്നുറങ്ങാൻ നോക്കുക. രാവിലെ ഉണർന്ന ആദ്യത്തെ 1 മിനിറ്റിൽ ആ ഫിലിം കണ്ടുകൊണ്ട് ഹൃദയം നിറഞ്ഞ ഭഗവാനോട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞുകൊണ്ട് ആനന്ദിച്ച കണ്ണുനീര് വന്നാലും കുഴപ്പമില്ല, ആ അനുഭൂതിയിൽ ഉറങ്ങാൻ നോക്കുക. ആ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് സമയം എടുക്കേണ്ടി വരുമായിരിക്കും. പിന്നെ അഥവാ ആ ഫിലിം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എങ്കിൽ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്ത്, അഥവാ നിങ്ങൾ ഈശ്വരന് കത്തെഴുതി മനസ്സിനെ കാലിയാക്കി മനസ്സിലെല്ലാ ഭാരവും മാറ്റിയ ശേഷം ഒരു പേപ്പറും പെന്നുമായി കൊണ്ട് കുറച്ച് സമയം ഇരിക്കുക. എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെത്താൻ എവിടെ നിന്നൊക്കെയോ വരാൻ തുടങ്ങും. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ എന്തെല്ലാം ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചോ അതെല്ലാം അവിടെ ലൈവായിട്ടുണ്ട്. പക്ഷേ അത് പുറത്തേക്കൊന്ന് ഒഴുക്കാൻ പറ്റണമെങ്കിൽ ഒരു പേപ്പറിൻ്റെയും പെന്നിൻ്റെയും സഹായവും ഏകാന്തതയും വേണം.
അങ്ങനെ ഇരുന്നു കൊണ്ട് ഒരു കാര്യം എഴുതി തയ്യാറാക്കി ഒരു മിനിറ്റിൻ്റെ ഒരേ ഒരു മിനിറ്റിൻ്റെ 60 സെക്കൻഡ്സിൻ്റെ ഒരു ഫിലിം തയ്യാറാക്കിയ ശേഷം ദിവസവും രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ട് നിങ്ങളത് കാണണം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമോ. ഫോർ എക്സാമ്പിൾ ബസ്സിലിരിക്കുകയാണ്, ഓഫീസിലേക്ക് പോവുകയാണ്, ബസ്സിലിരിക്കുമ്പോൾ നമുക്കെന്താ പണി? ആ ഡ്രീമിനെ റിപ്പീറ്റ് ചെയ്ത് കാണൂ, ആനന്ദിക്കൂ. വഴിയിൽ വെറുതെ നടക്കുകയാണ്, കാല് ഇവിടുന്ന് വെക്കണമെന്നൊന്നും വേണ്ടല്ലോ, അതൊക്കെ നമ്മുടെ സ്വഭാവമായി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഈ ഡ്രീം കണ്ട് ആനന്ദിക്കൂ. ഇത് കണ്ട് ആനന്ദിക്കാൻ വേണ്ടിക്കൊണ്ട് ആദ്യം കുറച്ച് സമയമെടുത്ത് നമ്മുടെ ശ്വാസഗതിയൊക്കെ നിയന്ത്രിച്ച് അതിൽ പൂർണ്ണമായി മുഴുകി ആനന്ദിച്ച് അതിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ 1 മിനിറ്റ് സമയത്തിൻ്റെ 60 സെക്കൻഡ് സമയം ഡെയിലി രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ഫ്രീ കിട്ടുമെങ്കിൽ, വളരെ വേഗത്തിൽ നിങ്ങളുടെ സ്വപ്നം ആകർഷിച്ചു വരണമെങ്കിൽ ഈ 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ്സിന് എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോളൂ. അത്രയും വേഗം ഡ്രീം വരും. മിനിമം 60 സെക്കൻഡ്സ് ഉറങ്ങും മുന്നേ ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളിലേക്ക് ആകർഷിച്ചു വരും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.